7 ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള 4ാമത്തെ ടാസ്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. 4ാമത്തെ ടാസ്ക് കഴിയുമ്പോൾ ആര്യനും നൂറയും തമ്മിൽ ആകെ വ്യത്യാസമുള്ളത് ഒരൊറ്റ പോയിന്റിന്റെ വ്യത്യാസമാണ്. എന്താണ് ടാസ്ക് എന്നും ഡീറ്റെയിൽസും ഞാൻ പറയാം. അതിനു മുമ്പ് നെവിന്റെ അടുത്ത തെണ്ടിത്തരം വന്നിട്ടുണ്ട്. അതായത് അനുമോളുടെ മുഖത്തേക്ക് സിഗരറ്റ് വലിച്ചിട്ട് അതിന്റെ പുക കൊണ്ടുവന്ന് ഊതിക്കൊടുക്കുന്ന പരിപാടി. ചെറ്റത്തരം തെമ്മാടിത്തരം എന്നുള്ള വാക്കുകളൊന്നും അല്ല പറയേണ്ടത്. യൂട്യൂബ് ആയതുകൊണ്ട് ഇത്രയും വാക്കുകൾ ഞാൻ പറയുന്നുള്ളൂ. എങ്ങനെ ഈ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കാൻ പറ്റും? അങ്ങനെ വട്ടായതാണെന്ന് എനിക്കറിയത്തില്ല. അതിനുള്ള ദേഷ്യം മൂട്ട് വട്ടായതാണെന്ന് എനിക്കറിയത്തില്ല. സംഭവം ഇങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഷാനവാസും നെവിനും തമ്മിൽ ഭയങ്കര അടി നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ അടി നടക്കുവാണ്. ഉച്ചയ്ക്ക് ശേഷവും വീണ്ടും അടി നടന്നു. സംഭവം കറിയുടെ പേരിലാണ് അടി നടന്നത്. ഇതിന്റെ ഇടയിൽ അനു അടുക്കള നിൽക്കുമ്പോൾ അനു എന്ന് പറയുന്നത് നീ മിണ്ടാരിടാന്ന് പറയുന്നുണ്ട്. കുറെ നേരം അല്ല തുടങ്ങിയിട്ട് മിണ്ടാരിടാന്ന് പറയുന്നു. ഉടനെ നെവിൻ നീ ആരടി ചോദിക്കാനെന്നും പറഞ്ഞ് ചെന്നിട്ട് ഊതി കൊടുക്കുവാണ്. അപ്പൊ പറഞ്ഞ് എടാ നിന്റെ വാ നാർത്തോണ്ട് നീ സിഗരറ്റ് വലിച്ചിട്ടിരിക്കുകയാണ്, സിഗരറ്റ് നാറ്റമാണല്ലോ എന്ന് പറയുന്നു. അപ്പോ വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും ഊതി കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാള് പറയുന്നു സിഗരറ്റിന്റെ വായ്നാറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബഹുമാനിച്ച് അവിടുന്ന് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഇന്റൻഷനലി തന്നെയാണ് ഊതിയത്. എന്നിട്ടും അത് എടുത്തു പറയുകയാണ്. എങ്ങനെ? സിഗരറ്റിന്റെ സ്മെല്ലിന്റെ വാട വരുന്നുണ്ട്, സിഗരറ്റിന്റെ നാറ്റമാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കാണിക്കുന്നത് തെണ്ടിത്തരല്ലോ. വീണ്ടും വീണ്ടും പോയി ഊതി കൊടുക്കുവാണ്. അങ്ങനെ അനു ഒരു കുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അനു പറയുന്നു പോയി KP നമ്പൂതിരിയുടെ ഇതെടുത്തിട്ട് പോയി ബ്രഷ് ചെയ്ത് ആ വായ്നാറ്റം മാറ്റി, ഈ സിഗരറ്റിന് നാറ്റം മാറ്റടാന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്നു. ഇതൊന്നും എത്രയൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇതൊന്നും ബിഗ് ബോസിനോ ഏഷ്യനെറ്റിനോ അല്ലെങ്കിൽ ലാലേട്ടനോ ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കത്തില്ല. കാരണം നെവിൻ ആയതുകൊണ്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇതും ഒരു തമാശയായിട്ടായിരിക്കും മിക്കവാറും ഇവര് കണക്ക് കൂട്ടാൻ പോകുന്നത്. എന്തായാലും അത് കഴിഞ്ഞു. അടുത്ത 4ാമത്തെ നമ്മുടെ ടാസ്ക് ആണ്. ടാസ്കിലേക്ക് വരുമ്പോഴത്തേക്ക് ടാസ്കിന്റെ പേര് പൊടിമഴ എന്നാണ്. ടാസ്കിന്റെ പേര് എൻഡുറൻസ് ടാസ്ക് ആണ്. അടിപൊളി ടാസ്ക് ആണ് സംഭവം. ക്ഷമിക്കണം. അതായത് 2 ജനൽപ്പാളികളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 2 ജനൽപ്പാളികളായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു കൈ കൊണ്ട് പോയി ഇങ്ങനെ പിടിച്ചു വെക്കണം. അതായത് ഈ ജനൽപ്പാളികൾ ഇങ്ങനെ തുറന്നു വരാൻ പാടില്ല. ഈ ജനൽപ്പാളികൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം മാവ് പൊടിയാണ്. ഇത് വന്ന് വീഴും, ഇവർ പുറത്താകും. ഇത് പോയി നിന്നിട്ട് ഇത് രണ്ടും ചേർത്ത് പിടിച്ച് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൈ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അതായത് മൊത്തം പൊക്കി വെച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിലനിൽക്കണം. നിങ്ങൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടാവും. അതാണ് സംഭവം ടാസ്ക്. ഇത് ആദ്യമേ ഒരു കീ വെച്ചിട്ടുണ്ട്. ഈ കീ കൊണ്ട് ഈ കുറ്റി തുറന്നതിന് ശേഷമാണ് ഇത് രണ്ടും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. ഇത് എടുത്തു കഴിഞ്ഞാൽ കൈ ഔട്ട് ആവും. അപ്പം ഇത് ഏറ്റവും കൂടുതൽ മിനിറ്റ് ആരാണോ നിൽക്കുന്നത് അവർക്കായിരിക്കും 9 പോയിന്റ് കിട്ടുക. അതായത് ആദ്യം ഔട്ടാവുന്നവർക്ക് 1 പോയിന്റ്, രണ്ടാമത് ഔട്ടാക്കുന്ന 2 പോയിന്റ്, അങ്ങനെ അവസാനം വരെ നിൽക്കുന്ന ആൾക്കാർക്ക് ആരാണോ അവർക്ക് 9 പോയിന്റ് കിട്ടും. ഇതാണ് ടാസ്ക്. പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ മണിക്കൂറുകളോളം നിൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വേറൊരു ഐഡിയ ചെയ്തിട്ടുണ്ട്. വെളിയിൽ ഇറങ്ങുന്നവർക്ക് അവിടെ ടെന്നീസ് ബോൾ വെച്ചിട്ടുണ്ട്. ഈ ബോൾ എടുത്ത് ഇവരെ എറിഞ്ഞ് ഔട്ടാക്കാം. ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു ലൈനും വരച്ചിട്ടുണ്ട്. ആ ലൈനിനകത്ത് നിന്ന് വേണം എറിയാൻ. സോ വേഗം ഔട്ടാക്കാൻ പറ്റുമല്ലോ. സോ ടാസ്ക് തുടങ്ങി. ആദ്യം ഔട്ടാകുന്നത് ഷാനവാസ് ആണ്. രണ്ടാമത് ഷാനവാസ് ഔട്ടായ ഉടനെ ഷാനവാസ് നേരെ പോയിട്ട് നമ്മുടെ നെവിനെ അറ്റാക്ക് ചെയ്യാണ്. നെവിനെതിരെയാണ് എറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതുകൂടാതെ അക്ബറിനെ എറിയുന്നുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് ഔട്ടായത് അനീഷ്, മൂന്നാമത് ഔട്ടായത് നെവിൻ ഔട്ടായതിനു ശേഷം എൻ്റെ അമ്മയെ പിന്നെ അനുമോളെ അങ്ങ് അറ്റാക്ക് ചെയ്യില്ലായിരുന്നു. താറച്ചും പുറഞ്ചും. അതായത് ബിഗ് ബോസ് വരച്ചിരിക്കുന്ന ക്രോസ് ലൈൻ ക്രോസ് ചെയ്ത് അനുവിന്റെ അടുത്തൊക്കെ വന്നിട്ട് എറിഞ്ഞിട്ട് കൊടുക്കുക. ബിഗ് ബോസ് കിടന്ന് അലറുവാണ്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. നെവിന് എന്തോ വട്ടായെന്ന് തോന്നുന്നു അനുവിനോട് സംസാരിച്ച്. എനിക്ക് അറിയത്തില്ല അവൻ എന്താ പറ്റിയെന്നുള്ളത്. അത് കഴിഞ്ഞ് 4ാമത് ഔട്ടാവുന്ന സാബുമോൻ, 5ാമത് ഔട്ടാവുന്ന ആദില, അതിനുശേഷം അനു, അക്ബർ, അവസാനം 8, 9 ആ 2 സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് നടക്കുന്നത്. നൂറയും ആര്യനും. 8ാമത് ഔട്ടാവുന്നത് നൂറയാണ്. വിച്ച് മീൻസ് നൂറയ്ക്ക് 8 പോയിന്റ്, ആര്യാണ് അവസാനം വരെ നിൽക്കുന്നത്. സോ ആര്യന് 9 പോയിന്റ്. അപ്പോൾ ഇന്നലത്തെ പോയിന്റും എല്ലാം കൂടി ഇന്നത്തെ പോയിന്റും കൂടി ചേർക്കുമ്പോൾ ആര്യന് ലഭിക്കുന്നത് 29 പോയിന്റ്, നൂറയ്ക്ക് ലഭിക്കുന്നത് 30 പോയിന്റ്. അതായത് ഒരൊറ്റ പോയിന്റിന്റെ വ്യത്യാസം. ഇന്നലെ 2 പോയിന്റ് വ്യത്യാസമായിരുന്നു. സോ ആര്യന് 29, നൂറയ്ക്ക് 30. 3ാം സ്ഥാനം കിട്ടിയേക്കുന്നത് നമ്മുടെ അക്ബറിനാണ്. അക്ബറിന് ഇന്നത്തെ 7 പോയിന്റ് ഉണ്ട്. സോ ഇന്നത്തെ പോയിന്റും കൂടെ ചേർത്ത് ടോട്ടൽ 23 പോയിന്റ് ആവുന്നു. അതിന് തൊട്ട് താഴെ നെവിനാണ്. നെവിന് ഇന്ന് 3 പോയിന്റ് കിട്ടിയുള്ളൂ. അതിന്റെ ടോട്ടൽ പോയിന്റ് ആകുമ്പോഴത്തേക്ക് 21 പോയിന്റ് ആവുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നത് സാബുമാനും അനുവും കൂടിയാണ്. ഇവർക്ക് 2 പേർക്കും 19 പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് ആദില 16 പോയിന്റ്, അത് കഴിഞ്ഞ് ഷാനവാസ് 11 പോയിന്റ്, അനീഷ്
ഷാനവാസിന് 13 പോയിന്റ്, അനീഷാണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് 11 പോയിന്റ്. ഇതാണ് 4ാമത്തെ ടാസ്ക് കഴിയുമ്പോൾ ഉണ്ടാവുന്ന പോയിന്റ് പട്ടിക. ഇനി അടുത്ത ടാസ്ക് ഇപ്പോൾ വരും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം നൂറെ ആരും ക്രോസ് ചെയ്യോ അതോ ആരിനേക്കാളെയും കുറച്ചും കൂടി മുന്നേക്ക് പോയി തന്റെ പ്ലേസ് സെക്യൂർ ആക്കാനായിട്ട് നൂറയ്ക്ക് പറ്റുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ അക്ബർ കയറി വരുന്നുണ്ട്. ലെറ്റ്സ് എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത ടാസ്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും വേണം. ടിൽ ദെൻ ബൈ.